ഗൈസ്, ഇന്ന് നല്ല വിശേഷമുള്ള ദിവസമാണ്. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഇന്ന് വാർഷികമാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് ഗൈസ്. ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. കാരണം നമ്മൾ അമ്പലത്തിലെ പരിപാടിയും നമ്മുടെ ബർത്ത്ഡേ ഒരു ദിവസം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ. അങ്ങനെ അപ്പോൾ രാവിലെ പുലർച്ചെ 3 മണിയുള്ള തിരക്കാണ് നിങ്ങൾ കാണുന്നത്. ചുടുവെള്ളം വെക്കല്, കുളിക്കല്, ഒരാളെൻ്റെ പിറകിൽ കിടന്ന് ഉറങ്ങുന്നത്. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിക്കുന്നത്. എനിക്ക് ചായ മസ്റ്റായിട്ട് വേണം. കാരണം നേരത്തെ എണീറ്റ് ചായ ഇട്ടില്ലെങ്കിൽ നല്ല തലവേദന. അങ്ങനെ നമ്മൾ ചട്ടപ്പെട്ടാന്ന് റെഡിയായിട്ട് വേഗം അമ്പലത്തിലേക്ക് ഓടിയേ. അങ്ങനെ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞു. പ്രസാദത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം. എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അമ്മമാരും ചേട്ടന്മാരും മാമന്മാരും എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലെന്ന് പറയുമ്പോൾ വീടിന് ചുറ്റുള്ള എല്ലാവരും ഒരു കുടുംബക്കാർ തന്നെയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കി. അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഉച്ചക്കലത്തെ പ്രിപ്പറേഷനാണ്. നമ്മൾ കുട്ടികളുടെ ജോലി എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കും. എന്നെക്കാളും ചെറിയ താഴെയുള്ളവർ കടയ്ക്കൊക്കെ പോവും, എന്നെക്കാളും മുതിർന്നവർ പണിയെടുക്കും ഗൈസ്. അങ്ങനെ കുട്ടികളുടെ നിന്ന് മിഠായും തട്ടിപ്പിടിങ്ങി അവർ പണിയെടുക്കുന്നത് നോക്കുകയാണ്. നമ്മൾ പിന്നെ മുതിർന്നതും അല്ല ചെറുതും അല്ല, അതിൻ്റെ ഇടയിലാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ഇവരുടെ ചെറിയ ചെറിയ കൈസഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കും. പിന്നെ നമുക്ക് ഈ ഗോസിപ്പ് പറയാൻ നല്ല സുഖമാണ് ഗൈസ്. ഈ ഒരു ഏജിൽ, എൻ്റെ ഏജിൽ അവിടെ ആരും ഇല്ല. എല്ലാവരും എന്നെക്കാളും മുതിർന്നതും എന്നെക്കാളും ചെറുതുമാണ്. പിന്നെ അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ നല്ലോണം ഗോസിപ്പ് പറയാൻ നല്ല രസമാണ്. വെറുതെ ചുമ്മാ നല്ല കോമഡി അടിച്ചിരിക്കുക. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ നിൽക്കരുത്, അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല ടാസ്ക്കുള്ള പണിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പപ്പടത്തിൽ ഓട്ടിയാക്കുക. എൻ്റെ അമ്മ എപ്പോഴും പറയേ, വായ മാത്രം നിൻ്റെ അടങ്ങിയിരിക്കില്ല, അപ്പോൾ അല്ല വായ മാത്രമേ പണിയെടുക്കുള്ളൂ, നിൻ്റെ കൈ പണിയെടുക്കില്ല എന്നാണ് എന്തോ പണ്ട് പറയും, എനിക്കറിയില്ല കേട്ടോ. എപ്പോഴും പറയുന്ന ഡയലോഗാണ്, പക്ഷെ ഇപ്പം വരുന്നില്ല വായിൽ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഫോൺ ഓഫ്. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. യെസ്, ബൈ.